ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ ദൈവമക്കളെ, വിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ 15 നോമ്പിൻ്റെ 7-ാം ദിവസത്തെ സന്ധ്യാ തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും പ്രത്യാശകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാ തിരുവചന ധ്യാനം ആരംഭിക്കാം. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുകയും ചെയ്യട്ടെ. കരുണാമയനായ കർത്താവേ, ഈ സന്ധ്യാസമയത്തു ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ നന്ദിയോടെ നിൽക്കുന്നു. ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഈ വിശുദ്ധമായ ശൂനോയോ നോമ്പ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുന്ന ഒരു അനുഗ്രഹ കാലമായി തീരുമാറാകണം. വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെ അങ്ങയിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മർത്തമറിയമമ്മേ, കാനാവിലെ കല്യാണ വിരുന്നിൽ മനുഷ്യരുടെ ആവശ്യം ആദ്യം തിരിച്ചറിഞ്ഞ കരുണയുടെ മാതാവേ, ഇന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിടത്ത് സമാധാനം നിറയ്ക്കണമേ. രോഗികളോടൊപ്പം നിൽക്കണമേ. യുവജനങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. മക്കൾക്ക് വിശ്വാസവും ജ്ഞാനവും നൽകണമേ. വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ദൈവ അനുഗ്രഹം ലഭിക്കുവാൻ നിന്റെ മധ്യസ്ഥത തമ്പുരാനെ അവരിൽ വഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വീഞ്ഞു തീർന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം എപ്പോഴും നിന്നിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. 3-ാം നാൾ ഗലീലിയയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. അവിടെ വീഞ്ഞ് തീർന്നുപോയി. ഇതൊരു ചെറിയ കുറവല്ലായിരുന്നു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അതിഥികളെ ക്ഷണിച്ച് അവർക്ക് വീഞ്ഞില്ലാതെ വന്നാൽ അത് ആ കുടുംബത്തിന് ഒരു വലിയ അപമാനമായിരുന്നു. എന്നാൽ ആ കുറവ് ആദ്യം കണ്ടത് വിശുദ്ധിയായ മാതാവായിരുന്നു. അവൾ യേശു തമ്പുരാന്റെ അടുക്കൽ ചെന്നു. പിന്നീട് ദാസന്മാരോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ നിങ്ങളോട് പറഞ്ഞതെന്തോ അത് ചെയ്യുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിൻ്റെ ഹൃദയം. വിശുദ്ധ മാതാവ് ഒരിക്കലും
ആളുകളെ തൻ്റെ അടുക്കൽ നിർത്തിയില്ല. അവൾ എപ്പോഴും യേശുവിങ്കലേക്കാണ് നയിക്കുന്നത്. ഇന്നും അവൾ നമ്മോടും അതുതന്നെയാണ് പറയുന്നത്. യേശുവിൻ്റെ വചനം കേൾക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവനിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വീഞ്ഞു തീരുന്ന ഒരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. സന്തോഷം തീർന്നു, സമാധാനം നഷ്ടമാകുന്നു, പ്രത്യാശ കുറഞ്ഞു പോകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, ചില ബന്ധങ്ങൾ തകരുന്നു. അത്തരം നിമിഷങ്ങളിൽ നാം നിരാശപ്പെടേണ്ടതില്ല. വിശുദ്ധയായ മാതാവ് നമ്മെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്നു. യേശുദാസന്മാരോട് പറഞ്ഞു, ഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കുവീൻ. അവർ സംശയിച്ചില്ല, അവർ മറിച്ച് ഒരു ചോദ്യം ചോദിച്ചില്ല, അവർ അതനുസരിച്ചു. ആ അനുസരണത്തിലാണ് അത്ഭുതം സംഭവിച്ചത്. സഹോദരങ്ങളെ, ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ദൈവം പലപ്പോഴും ആദ്യം ചോദിക്കുന്നത് നമ്മുടെ അനുസരണ ജീവിതമാണ്. പ്രാർത്ഥനയുണ്ടോ? വിശ്വാസമുണ്ടോ? ദൈവവചനത്തോട് വിധേയത്വമുണ്ടോ? ഈ വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നാം ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചാൽ പോരാ. നമ്മുടെ ചില ശീലങ്ങൾ നാം ഉപേക്ഷിക്കണം. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ക്ഷമിക്കുവാനാകാത്ത ആ മനസ്സ്, ഇവയൊക്കെ നാം ഉപേക്ഷിക്കണം. ദൈവം പറയുന്നത് പോലെ ജീവിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. വിശുദ്ധിയായ മാതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: യേശുവിനെ കേൾക്കുക, യേശുവിനെ അനുസരിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിരിയും. വീഞ്ഞു തീർന്ന ജീവിതം വീണ്ടും നിറയും. പ്രത്യാശ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ വീണ്ടും സന്തോഷമുദിക്കും. ഈ ശൂനോയോ നോമ്പിൻ്റെ 7-ാം ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ധ്യാദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നു ഞങ്ങൾ ഈ കേട്ട തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വചനമാകട്ടെ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. ഈ വിശുദ്ധ ശൂനോയോ നോമ്പ് ഞങ്ങളുടെ ആത്മീയ നവീകരണത്തിൻ്റെ ഒരു കാലമായി തീരുവാൻ തമ്പുരാനെ അവിടുന്ന് സംഗതിയാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.